ആളുകളുടെ കുറച്ചുള്ളിടത്ത് നമുക്കും കൂടെ തന്നാൽ മതി കേട്ടോ. കൂടുതൽ ആളുള്ളിടത്ത് തരണ്ട. വീഡിയോ എടുക്കാൻ പ്രിയപ്പെട്ട നിവാസികളെ, എന്നെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ UDFിൻ്റെ, കോൺഗ്രസിൻ്റെ, മഹിളാ കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ, AICUവിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സമ്മതിദായകരെ, നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാ ദുരിതത്തിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് 9-ാം തീയതി പടിവാതിലിൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ വീടിൽ നമ്മൾ ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലവർധനവാണ് ഈ LDF സർക്കാർ, പാവങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞ അധികാരത്തിൽ 10 വർഷം മുമ്പ് കയറിയിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദുരിതമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ LDFിൻ്റെ നമ്മുടെ മന്ത്രി കൂടിയായ സ്ഥാനാർത്ഥിയുടെ ഒരു കൊച്ചു പുസ്തകം വീട്ടിലെത്തിക്കാണും. ആ കൊച്ചു പുസ്തകം തുറന്നു നോക്കിയാൽ റോഡ് വികസനത്തിൻ്റെ കഥയും ആശുപത്രിയുടെ വികസനത്തിൻ്റെ കഥയും സ്കൂളിൻ്റെ വികസനത്തിൻ്റെ കഥയുമാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യമുണ്ടോ? കുറേ പടങ്ങൾ വെറുതെ അടിച്ചു വെച്ചിരിക്കുകയാണ്. നടക്കാൻ പോകാത്ത അല്ലെങ്കിൽ നടപ്പിലാക്കാത്ത കുറേ സംഭവങ്ങൾ അതിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. റോഡിന്റെ വികസനം എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്ന ദുരിതം. ഏതെങ്കിലും ഒരു റോഡ് പൊളിച്ചാൽ സമയബന്ധിതമായി ഈ റോഡ് പണി തീർക്കാത്ത ഒരവസ്ഥയാണ്. പണി തീർത്ത റോഡുകളിൽ കഴിഞ്ഞ ഒരു അരമണിക്കൂർ മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ പോത്തങ്കോട് മംഗലാപുരം റോഡിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെയുള്ള സകല വീടുകളിലും വെള്ളം കയറി, അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള പള്ളികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി, നമ്മുടെ പ്രളയം പോലെയായിരുന്നു അവിടുത്തെ സംഭവം. അശാസ്ത്രീയമായ രീതിയിൽ ഈ റോഡ് വികസനം നടത്തുന്നതാണ്, വളവുകൾ നൂത്തെടുക്കാതെ റോഡ് വികസനം നടത്തുന്നതാണ്. ഇതിന് അപകടകരമായ പല പ്രശ്നങ്ങൾ, ഡെയിലി അപകടങ്ങളാണ് റോഡിൽ. അശാസ്ത്രീയമായി ഈ റോഡ് നിർമ്മാണം നടത്തുന്നതുകൊണ്ടാണ്. മന്ത്രി പറയുന്നത് ഞങ്ങൾ തേനും പാലും റോഡിൽ ഒഴുക്കിയിട്ടതെന്നാണ്. 100 തവണ മുഖ്യമന്ത്രിയുടെ മരുമകനെ കണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചിട്ട് ഇന്നും പണി തീരാതെ കിടക്കുകയാണ് നമ്മുടെ റോഡുകൾ. നെടുമങ്ങാടിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പാലങ്ങൾ പൊളിഞ്ഞു വീഴുമ്പോൾ അല്ലെങ്കിൽ റോഡ് പൊളിഞ്ഞു വീഴുമ്പോൾ പറയും കേന്ദ്രമാണ്, കേന്ദ്രത്തിന്റെ റോഡാണ്. അതല്ലെങ്കിൽ അവർ പറയും നമ്മുടെ റോഡാണ് എന്ന് പറയും. അങ്ങനെ തന്തയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ റോഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ ആശുപത്രിയുടെ കാര്യങ്ങൾ നോക്കാം. നമുക്കൊരു മന്ത്രിയുണ്ട്. ആശുപത്രിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കരിങ്കൊടി കാണുമ്പോൾ പെടലി ഉളുക്കി വീഴുന്ന മന്ത്രി, ഉള്ള കുട്ടികൾക്കെതിരെ കേസെടുക്കുന്ന മന്ത്രി, തൻ്റെ ഇടത്തോടു കൂടി നിന്ന് എന്നെ അടിയട എന്ന് പറയുന്ന മന്ത്രി. പക്ഷെ എന്തുകൊണ്ട് അവർ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല? അടുത്ത സമയത്ത് തന്നെ കന്യാകുളങ്ങര ഹോസ്പിറ്റലിന്റെ കാര്യവും നമ്മുടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിന്റെ കാര്യവും എടുക്കാം. മെഡിക്കൽ കോളേജിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. കാരണം ഈ അടുത്ത് നെടുമങ്ങാട് സംഭവിച്ചത് എന്താണ്? ചികിത്സാ പിഴവ് മൂലം ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമയത്ത് സിസേറിയൻ ചെയ്യാത്തത് കൊണ്ട് ആ കുട്ടി മരണപ്പെട്ട ഒരു സംഭവം നടന്നതാണ്, നിങ്ങൾ കണ്ടതാണ്. 10,000 രൂപ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ആ ഹോസ്പിറ്റലിൽ, സർക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ആ കുട്ടി മരണപ്പോയ സംഭവം. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ? നമ്മൾ ഈ ഹോസ്പിറ്റലുകളിൽ ഇവിടെ ജീവിക്കുന്നത് മലയോര മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, സാധാരണക്കാരാണ്. ഇവിടെ എന്തെങ്കിലും അത്യാഹിതം വന്നാൽ തൊട്ടടുത്ത് പോകുന്ന കന്യാകുളങ്ങര ആശുപത്രിയിൽ അവിടെ ചികിത്സയുണ്ടോ? ആരോഗ്യ കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന ഈ ആരോഗ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, ഈ കന്യാകുളങ്ങര ആശുപത്രിയിൽ ചികിത്സയില്ല. യൂത്ത് കോൺഗ്രസ്സുകാരും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പലതവണ സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ? അവിടെ രാത്രി കാലങ്ങളിൽ ഡോക്ടറില്ല, ഡോക്ടർമാരൊന്നും ഇരിക്കുന്നില്ല. കാരണം കഞ്ചാവ് മാഫിയകൾ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടമായി രാത്രി കാലങ്ങളിൽ ഡോക്ടർമാരൊക്കെ അവിടെ വരുമ്പോൾ കഞ്ചാവ് മാഫിയകൾ വന്ന് ഡോക്ടറുടെ സേഫ്റ്റി ഇല്ല എന്നാണ് അവർ പറയുന്നത്. നേഴ്സുമാർക്ക് അവിടെ സേഫ്റ്റി ഇല്ല എന്നാണ് പറയുന്നത്. കാരണം മദ്യത്തിനും മയക്കുമരുന്നും നമ്മുടെ നാട്ടിൽ സുലഭമായി ഈ സർക്കാർ കൊടുത്തുകൊണ്ട് അതിനൊരു നിയന്ത്രണം വരുത്താതെ യുവതലമുറയെ അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് വഴുതിവിടുകയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. അതെന്താണ് അതിനുള്ള കാരണം? യുവതലമുറയ്ക്ക് തൊഴിലുകളില്ല. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു വ്യവസായം ഈ മന്ത്രി തുടങ്ങിയിട്ടുണ്ടോ എന്നത് ഇവിടെ നിന്ന് പറയട്ടെ. ഞങ്ങൾ പൊതുപ്രവർത്തനം അന്ന് നിർത്താം. ഈ മന്ത്രി പറയട്ടെ, ഞങ്ങൾ 50 പേർക്ക് അല്ലെങ്കിൽ 500 പേർക്ക് ഈ നാട്ടിൽ ഒരു തൊഴിൽ സംരംഭം ചെയ്ത് നമ്മളിവിടെ തൊഴിൽ കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രിക്കൊന്ന് പറയാമോ? എത്ര യുവാക്കളാണ് ഇപ്പൊ
ഇപ്പൊ പറയുന്നുണ്ടല്ലോ, നാട്ടിലെ അമ്മയെ നോക്കാൻ ആളില്ല, അച്ഛനെ നോക്കാൻ ആളില്ല. എങ്ങനെ നോക്കും? നമുക്ക് വിദേശത്ത് പോയാൽ മാത്രമേ ഈ നമ്മുടെ കുടുംബം പട്ടിണിയില്ലാതെ കഴിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ യുവാക്കൾ ഇവിടെ നിൽക്കുന്നില്ല. യുവാക്കളെ ഈ നാട്ടിൽ നിർത്തുന്നതിന് സംവിധാനം ഉണ്ടാകണം. അതിനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഉറപ്പ് തന്നിരിക്കുന്നത്. ആ 25 ലക്ഷം രൂപ സംരംഭങ്ങൾ തുടങ്ങാൻ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ യുവാക്കൾക്ക് സംരംഭങ്ങൾ കൊടുക്കുവാൻ വേണ്ടി, സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടി, പഠനം കഴിഞ്ഞാൽ ഉടനെ സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടി കൊടുക്കും. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇവിടെ തന്നെ നിൽക്കും. അവർ സംരംഭങ്ങൾ തുടങ്ങി അവർ ഈ കുടുംബത്തെ പോറ്റും. അങ്ങനെ ഈ കുടുംബത്തെ പോറ്റുമ്പോൾ നമ്മുടെ വൃദ്ധജനങ്ങളെ, അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ നോക്കാൻ ഈ നാട്ടിൽ മക്കൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു കാലം വരണമെങ്കിൽ നിങ്ങൾ മീനാങ്കൽ കുമാറിന് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. മീനാങ്കൽ കുമാറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അത് ഉടലെടുത്തുകൊണ്ട് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നും ഒരുപാട് ജയിൽവാസങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഒരു സമയത്ത് തൻ്റെ ജീവനും തൻ്റെ ശ്വാസവും ഈ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് CPM-കാരും CPI-ക്കാരും കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞ ഒരു വ്യക്തിയെ, ഈ മതേതരത്വം ഉൾക്കൊള്ളുന്ന, ഈ രാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം. ആ കോൺഗ്രസ് പ്രസ്ഥാനം ഈ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാം, ഇവിടെ പറഞ്ഞു വലിപ്പിക്കുന്നുണ്ടോ, ഈ നാട്ടിലെ തോൽപ്പിക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മീനാങ്കൽ കുമാർ എന്ന്. ഒരു കോൺഗ്രസ്സുകാരന് പോലും ഇന്ന് പറയില്ല മീനാങ്കൽ കുമാറിനെ തോൽപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങളുടെ വിടുവായത്തമാണ്. കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ കോൺഗ്രസ് പാർട്ടിയല്ല UDF സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ UDF-കാരുടെ വോട്ടും ആ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ അവസരത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, CPM-കാരെ പടലോടുകൂടി അവിടുത്തെ കൂടുവിടുന്ന ഒരു സന്ദർഭമാണ് ഈ നാട്ടിലുള്ളത്. നമ്മൾ കാണുന്നുണ്ട്, കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മുൻ മന്ത്രിമാർ 5 പേരും MLA-മാരും അടക്കമുള്ളവർ അവർ വന്നിരിക്കുന്നത് UDF-ലേക്കാണ്. കാരണം ത്രിവർണ്ണ പതാകയെ അവർ നെഞ്ചോട് അടക്കി പിടിക്കുന്നുണ്ട്. ഈ ത്രിവർണ്ണ പതാകയെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് ചുവപ്പ് രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നു, ചുവപ്പ് രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഇല്ല എന്ന് തന്നെയാണ് G. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. G. സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായ കാലം മുതലേ ആ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ അനിയനെ കോൺഗ്രസ്സുകാർ കൊന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പൊ തിരുത്തി പറയുന്നു, എന്റെ അനിയനെ കൊന്നത് കോൺഗ്രസ്സുകാരല്ല, അവിടുത്തെ മാടമ്പിമാരാണ് കൊന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ വരുത്തി തീർത്ത് എന്നെ ആ പ്രസ്ഥാനത്തിൽ ഇത്രയും നാൾ വഞ്ചിച്ചു എന്നാണ് G. സുധാകരൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരിമാരുണ്ട്. നമ്മുടെ സഹോദരിമാർക്ക് എല്ലാ ബസ്സുകളിലും ഇനി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഉറപ്പ് തന്നിരിക്കുന്നത്. ഈ ഉറപ്പ് എങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ പറയുന്നു നഷ്ടത്തിലാവുന്നു KSRTC? നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടാണ് ഈ KSRTC നഷ്ടത്തിലാകുന്നത്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ, UDF ഭരണത്തിൽ വന്നാൽ ഈ KSRTC-ക്ക് ഇപ്പോൾ നിങ്ങളുടെ നോക്കാം, അതിൻ്റെ എല്ലാ സ്ഥലത്തും ഒരു പടമുണ്ട്, വികൃതമായ ഒരു പടം, ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പടം. ആ പടത്തിന് ഞങ്ങൾ കീറിക്കളയും. എന്നിട്ട് ഇവിടെ കമ്പനികൾക്ക് നമ്മൾ അത് പരസ്യത്തിന് വേണ്ടി കൊടുക്കും. ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന തുക മതി ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യമായി ഈ വാഹനങ്ങളിൽ KSRTC-യിൽ യാത്ര ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി ഇവിടെ എത്തിക്കഴിഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും 1000 നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്.